Set girl. ഹലോ, ഡോറൊക്കെ പൂട്ടിയിട്ട് എങ്ങോട്ട് പോകണമെന്നാണല്ലോ നിങ്ങളുടെ ഡൗട്ട്. എങ്ങോട്ടല്ല, നമ്മുടെ സ്വന്തം കാസർഗോഡ്ക്കാണ് കേട്ടോ. കാസർഗോഡ് പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ ഷോപ്പിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ആ ഷോപ്പിൻ്റെ നെയിം എന്ന് വെച്ചാൽ ശോഭിക എന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഷോപ്പിലേക്ക് പോകാണ്. അവിടെ നിന്ന് ബസ് കഴിഞ്ഞ് കുറച്ച് നടക്കാനുള്ള ദൂരം ഉണ്ടായി. അത് ഞങ്ങൾ ശോഭികക്ക് എത്തി ഗൈസ്. അവിടെ കുറച്ച് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായി. അതൊന്നും ഞങ്ങൾ കുടിച്ചില്ല. പിന്നെ ഞങ്ങൾ നേരെ ഷോപ്പിലേക്ക് കയറി. ഞങ്ങൾ മെയിനായിട്ട് പോയത് തന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സൊക്കെ നോക്കാനായിരുന്നു പോയത്. അവിടുന്ന് നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സൊക്കെ കിട്ടിയത് നമ്മൾ സെലക്ട് ചെയ്ത് സെല്ല ഫാഷൻസിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ ക്യൂട്ടായിട്ടുള്ള നല്ല നല്ല സാധനമാണ് അവിടെ ഉള്ളത്. ബാംഗിൾസ്, മാല, പിന്നെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ്, പിന്നെ കീ ചെയിൻസ്, അങ്ങനെ പലതും ഉണ്ട് ഗൈസ്. ഇയർ റിങ്സ് എല്ലാം ഇങ്ങനത്തെ കീ ചെയിൻസ് ആണ് ഗൈസ് നിങ്ങൾ വേണ്ടത്. ഞാൻ 2-3 വാങ്ങിച്ചില്ല ഗൈസ്. അപ്പോൾ കീ ചെയിൻസ് ആണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. എന്ത് ക്യൂട്ടാണ്, ശരിക്കും പൂജലായിട്ട് പോലെയാണ് ഇതൊക്കെ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല റേറ്റ് ഉണ്ട് ഗൈസ്. അത്ര റേറ്റ് കുറവൊന്നുമില്ല ഗൈസ്. ഫസ്റ്റ് തുറക്കുന്നതുകൊണ്ട് അത്ര റേറ്റ് കുറവൊന്നും ഇല്ല. ഞങ്ങൾ വിചാരിച്ച റേറ്റൊക്കെ കുറവുണ്ടാവുന്നു. അങ്ങനെ റേറ്റ് അത്ര കുറവൊന്നുമില്ല. എല്ലാത്തിനും 200 അത്രയൊക്കെ ഉണ്ട് ഗൈസ് ഈ കീ ചെയിൻസിനൊക്കെ. അപ്പോൾ ഞാനാകെ ഒന്ന് എൻ്റെ അനിയത്തിക്കും ഒന്ന് എനിക്കുമാണ് ഞാൻ വാങ്ങിച്ചത്. അല്ല, അനിയത്തിയും സിസ്റ്റർക്കും ഒന്ന് എനിക്കുമാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെന്താ, ഞാൻ ഫുള്ള് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഒരു കുഞ്ഞ് ബോർഡില്ലേ, അതിൽ ഞാൻ എന്താ ശ്രമിക്കുന്നത്, എൻ്റെ പേര് എഴുതാനോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതാനോ അതാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ നഖമില്ല, അതുകൊണ്ട് അതിൽ നമുക്ക് എഴുതാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ഫുള്ള് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ് കേട്ടോ. അവിടെ ക്യൂട്ട് ഡയറൊക്കെ ഉണ്ട്. ചെറുങ്ങനെ എൻ്റെ മുഖമൊക്കെ കാണുന്നുണ്ട് ഗൈസ്, ഫേസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഫേസ്റ്റിവലൊന്നും ചെയ്തില്ല, എങ്കിലും കാണാൻ കണ്ണുകൾ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് കുറേ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തു. അതിന് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു ഗൈസ്. ഇതൊക്കെയാണ് അവിടുത്തെ കളക്ഷൻസ്. അതിൽ നമ്മൾ ബെസ്റ്റായിട്ടുള്ള സാധനം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ട്രയൽ റൂമിൽ ഫുള്ളും നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാന്നൊക്കെ നോക്കി ഫുൾ ട്രയൽ റൂമിലെല്ലാം നോക്കി ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ ബില്ലാക്കാണ് കേട്ടോ. എത്ര ക്യൂ ആണ് ഗൈസ്, വളരെ വളരെ ക്യൂ ആണ്. അങ്ങനെ ഫൈനൽ നമുക്ക് ക്യൂവിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഫുൾ ബില്ലെല്ലാക്കിയിട്ട് നമുക്ക് ഇത് എന്താ ഗൈസ് ഡ്രസ്സെല്ലാം നേരെ ഞങ്ങൾ സെറ്റാക്കി അവിടെ വെച്ച് കുറച്ച് അളവൊക്കെ കുറച്ച് തെറ്റിന് ഗൈസ് ആ ഡ്രസ്സിൻ്റെ. അപ്പോൾ അതൊക്കെ ഷേപ്പാക്കാൻ ഡിസൈനിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോയത്. പിന്നെ ഞങ്ങൾ ഫുൾ എക്സ്പ്ലോർ ആയിരുന്നു നമ്മുടെ പരിപാടി. ഫുള്ളാണ് അവിടെ പേടി ഫുൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ് ഗൈസ്. പിന്നെ കുറച്ച് ഭാഗം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഗൈസ്. അതാണ് വിഷമം. കാസർഗോഡല്ലേ, എപ്പോൾ വേണമെങ്കിലും പോകാം, അതുകൊണ്ട് നമ്മൾ വിഷമിച്ചില്ല. പിന്നെ ഞാൻ ഓരോന്ന് നോക്കി ഹായ് എന്നല്ല വാങ്ങിയിട്ടുണ്ടല്ലോ, ഹായ് എന്നല്ല വാങ്ങിയിട്ടുണ്ടല്ലോ, ഓരോന്നിങ്ങനെ നോക്കാണ് കേട്ടോ. ഈ പിക്ക് ഓർഗനൈസർ പോലെയാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല കേട്ടോ. ഈ ബാസ്ക്കറ്റ് നല്ല ഭാഗമുണ്ട്, നല്ല വിൻറ്റേജ് റൂമിലൊക്കെ ഈ ബാസ്ക്കറ്റ് നല്ല ഭാഗമുണ്ടാവും ഗൈസ്. പിന്നെ അവിടുന്ന് കുറച്ച് നട്ട്സ്, ചോക്ലേറ്റ്സ്, ലൈറ്റ്സ് അങ്ങനത്തെ പലതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ കഫേയിലേക്കാണ് പോയത്. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് മാംഗോ ജ്യൂസായിരുന്നു കുടിച്ചത്. പിന്നെ വലിയ ആൾക്ക് പോലെ മെനുവൊക്കെ നോക്കുന്നതാണ്, ഒന്നുപോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ആകെ മാംഗോ ജ്യൂസ് മാത്രമാണ് വാങ്ങിച്ചിട്ടത്. പിന്നെ അവിടെ കാണുന്ന ഓരോ സാധനം ഞാൻ വീഡിയോ എടുത്ത് പോകുകയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ എനിക്ക് ഇത്രയ്ക്ക് വീഡിയോ ഞാൻ എടുത്തോന്നേ എനിക്കറിഞ്ഞില്ലായിരുന്നു. അത്രയ്ക്കും അടിപൊളിയായിരുന്നു അവിടെ ഉള്ളത്. ഈ ഡിസൈൻ സ്റ്റുഡിയോക്കായിരുന്നു ഞാൻ പോയെന്ന് പറഞ്ഞത്. പിന്നെ അവിടുത്തെ ഓരോ ഡ്രസ്സൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഡ്രസ്സൊക്കെ. ഞാൻ അതിലാദ്യം എന്നെ പോയി നോക്കി. അവിടുത്തെ ടെഡി അവിടെ എറിഞ്ഞിട്ടാണ് കൊണ്ടതായിരുന്നു കേട്ടോ താഴെ കഴിവും. അതുള്ള കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറകെ വിട്ടത് കേട്ടോ. നമ്മൾ ഇത്ര സാധനമൊക്കെ വാങ്ങി. എന്നൊരു കൂട്ടുകൊണ്ട് അതിൻ്റെ ഉമ്മാൻ്റെയിലാണ് ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീട്ടിലാണ്. പിന്നെ അക്ബർ വരുന്നതൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ 6 മണിക്ക് വരുന്നത് പറഞ്ഞായിരുന്നു. 6 മണി കഴിഞ്ഞിട്ട് 8:30 വരെ ഞങ്ങൾ ആടെ ഷോപ്പിലുണ്ടായിരുന്നു. ഇതുവരെയായിട്ട് അക്ബർ ഒരു മണക്കെട്ടും പോലും വന്നിട്ടുണ്ടായിട്ട്. പിന്നെ ഞങ്ങൾ പോയ ശേഷം വന്നിരുന്നു തോന്നുന്നു ഗൈസ്. അവിടെ കണ്ടിന്, എനിക്കിപ്പോൾ ഈ വീഡിയോയിലൊന്നും കണ്ടിന്. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു. നേരെ ഞങ്ങൾ
ഓട്ടോറിക്ഷ ഇതാക്കിയിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.